നമ്പർ സിസ്റ്റം. നമ്മൾ നമ്പർ സിസ്റ്റം പറയുന്നതിന് മുന്നേ നമുക്ക് അറിയേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആൻഡ് ലോജിക് ഡിസൈൻ ആണ്. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസിൻ്റെ ഇതിൽ എന്തുകൊണ്ടാണ് നമ്മൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആൻഡ് ലോജിക് ഡിസൈൻ എന്ന് പറഞ്ഞിട്ടുള്ള സബ്ജക്റ്റ് പഠിക്കണം എന്നുള്ളൊരു ഡൗട്ട് വരും. മെയിനായിട്ട് നമ്മൾ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ആണ് മെയിൻലി ഇത് ഫോക്കസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസ് പഠിക്കുന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ കമ്പ്യൂട്ടറിൽ നമുക്ക് ആവശ്യമുള്ള ടാസ്ക് അതിലെങ്ങനെ നമുക്ക് ആ ഇൻഫർമേഷൻസ് പ്രോസസ്സ് ചെയ്യാം, എങ്ങനെ നമുക്ക് ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു കേസസുകളാണ് നമ്മൾ കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൻ്റെ കേസിൽ നമ്മൾ ഒരു ഹൈ പവർ സിസ്റ്റം, നമ്മൾ ലോ പവർ സിസ്റ്റം കാറ്റഗറീസ് ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഹൈ പവർ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ പവർ സിസ്റ്റം, അതായത് പവർ ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ ഡ്രൈവർ, അപ്ലൈ ഇലക്ട്രിസിറ്റി, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഹൈ പവർ സിസ്റ്റത്തിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ വരുന്നതാണ് ലോ പവർ സിസ്റ്റം. അപ്പോൾ അതിന് എക്സാമ്പിളാണ് മൈക്രോ പ്രൊസസ്സർ, മൈക്രോ കൺട്രോളർ എല്ലാം. അപ്പം നമുക്ക് നോർമലി ഒരു സിസ്റ്റത്തിന് നമ്മൾ രണ്ടായിട്ടാണ് ക്ലാസിഫിക്കേഷൻ ചെയ്തിരിക്കുന്നത്. അനലോഗും ഉണ്ട്, ഡിജിറ്റലും ഉണ്ട്. അതിൽ അനലോഗ് എന്ന് പറയുന്നത് നമുക്ക് ഒരു പ്രോസസ്സിനാണ്, നമുക്ക് യൂസ് ചെയ്യുന്ന ഏത് പ്രോസസ്സാണോ ആ പ്രോസസ്സിൻ്റെ ഒരു കണ്ടിന്യൂസ് റേഞ്ച്, അതിൻ്റെ വാല്യൂസ് നമുക്ക് എന്ത് ചെയ്യുക, ഫോം ചെയ്യുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലെങ്ത് ആകാം, വിഡ്ത്ത് ആകാം, ഹൈറ്റ് ആകാം. അങ്ങനെ ഒരു വാല്യൂസ് നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് നമ്മുടെ അനലോഗിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അനലോഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഡിജിറ്റൽ സിസ്റ്റം. അപ്പോൾ ഡിജിറ്റൽ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ ഡിസ്ക്രീറ്റ് വാല്യൂസ് ആയിരിക്കും അവിടെ ഫോക്കസ് ചെയ്യുന്നത്, അതായത് ഒരു പെർട്ടിക്കുലർ വാല്യൂവിലേക്കായിരിക്കും അത് പോയിന്റ് ഓഫ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന ഒരു ഡിജിറ്റൽ ഓപ്പറേഷൻസുകൾ നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യണത്, കമ്പ്യൂട്ടർ ആൻഡ് മൈക്രോ പ്രോസസ്സേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡിജിറ്റൽ സിസ്റ്റത്തിൽ നമ്മൾക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഒരു കമ്പ്യൂട്ടറിൽ ഒരു ടാസ്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ ടാസ്കിൻ്റെ ഇൻഫോർമേഷൻസിനെ നമ്മൾ പ്രോസസ്സ് ചെയ്ത് നമുക്കൊരു ഔട്ട്പുട്ട് അവിടെ എന്ത് ചെയ്യും, ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ഒരു ഡിജിറ്റൽ പ്രോസസ്സറിൻ്റെ ഉള്ളിൽ നടക്കുന്നത് എന്താണ് അത് അനലൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യണതാണ് എന്തെന്ന്, ഡിജിറ്റൽ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡിജിറ്റൽ സിസ്റ്റത്തിൽ നമുക്ക് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് നമുക്ക് വേരിയസ് ഐറ്റംസിനെ എല്ലാം അതിൻ്റെയൊക്കെ ബേസിക്സ് ആണ് നമുക്ക് എന്ത് ചെയ്യണത് ഇവിടെ മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പം ഒരു നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ന്യൂമറൽ സിസ്റ്റം എന്ന് പറയുന്നത് അത് റെപ്രസെൻറ്റ് ചെയ്യണത് അതിൻ്റെ നമ്പേഴ്സിനെ ആയിരിക്കും. അപ്പം നമുക്ക് മെയിൻലി മാത്തമാറ്റിക്കൽ നൊട്ടേഷൻസ് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്പർ സിസ്റ്റം നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യണത്. അത് ചിലപ്പോൾ ഡിജിറ്റ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ സിമ്പിൾസ് ആയിരിക്കാം. അപ്പോൾ ഏത് രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ നമ്പർ സിസ്റ്റത്തിനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഇവിടെ നമ്പർ സിസ്റ്റത്തിന് നമ്മൾ ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നത് പല രീതിയിലാണ്. നമുക്ക് ബൈനറി നമ്പർ സിസ്റ്റം ഉണ്ട്, ഡെസിമൽ നമ്പർ സിസ്റ്റം ഉണ്ട്, ഒക്ടൽ നമ്പർ സിസ്റ്റം ഉണ്ട്, ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം ഉണ്ട്. അതിൽ ബൈനറി നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ ബേസ് 2 ആയിട്ട് വരുന്ന നമ്പേഴ്സുകളാണ്, അതായത് 0, 1 ഇതെല്ലാമാണ് നമ്മുടെ ബൈനറി വാല്യൂ ആയിട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതുപോലെ ഡെസിമൽ എന്ന് പറയുന്നത് നമ്മുടെ ബേസ് 10 ആണെങ്കിൽ അത് ഡെസിമൽ നമ്പർ സിസ്റ്റം ആയിരിക്കും. അതിന് എക്സാമ്പിളാണ് 0 to 9 വരെ ഉള്ളതാണ് നമ്മുടെ എന്താണ് ഡെസിമൽ വാല്യൂസ് എന്ന് പറയുന്നത്. പിന്നെ ഒക്ടൽ വാല്യൂ എന്ന് പറയുന്നത് ബേസ് 8 ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഒക്ടൽ വാല്യൂ. അപ്പോൾ ഒക്ടൽ വാല്യൂ എന്ന് പറയുന്നത് 0 to 7 വരെ ഉള്ളതായിരിക്കും നമ്മുടെ എന്തെന്ന് ഒക്ടൽ വാല്യൂ. പിന്നെ വരുന്നതാണ് ഹെക്സാഡെസിമൽ. ഹെക്സാഡെസിമൽ എന്ന് പറയുന്നത് ബേസ് 16 എന്നുള്ളതാണ് എന്തെന്ന് ഹെക്സാഡെസിമൽ. അപ്പോൾ 0 to 9 വരെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഡിജിറ്റ്സ് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. ബാക്കി ABCD, അതായത് 10th പൊസിഷൻ എന്ന് പറയുന്നത്, 11th പൊസിഷൻ എന്ന് പറയുന്നത്, 12th, 14th, 13, 14, 15 എന്ന് പറയുന്നത് എന്താ, ABCDE ആയിട്ടായിരിക്കും, അതായത് ആൽഫ ക്യാരക്ടറായിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യണത്, റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ഡെസിമൽ നമ്പർ സിസ്റ്റമാണ്. എങ്ങനെയാണ് നമ്മളൊരു ഡെസിമൽ നമ്പർ സിസ്റ്റം നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം ഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ റാഡിക്സ് 10 ആണ്, നമ്മുടെ ബേസ് 10 ആയിട്ടുള്ള നമ്പർ സിസ്റ്റമാണ് ഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമുക്ക് 10 ഡിഫറെൻറ്റ് ഡിജിറ്റ്സ് അല്ലെങ്കിൽ 10 ഡിഫറെൻറ്റ് സിമ്പിൾസ് ആയിരിക്കും നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഓൾറെഡി എഴുതിയിട്ടുണ്ട് 0 to 9 വരെയുള്ള നമ്പേഴ്സാണ് നമ്മുടെ ഡെസിമൽ നമ്പേഴ്സ് ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്തത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 5, 6, 7, 8.9 എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യണത് എങ്ങനെയാണ്, 5000 + 600 + 70 + 8
പ്ലസ് 0.9. ഇങ്ങനെയാണ് നമ്മൾ നോർമൽ രീതിയിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ പൊസിഷൻ റേറ്റും വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മളിപ്പം നമുക്കറിയാം ഒരു പോയിന്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ മിഡിൽ റേഞ്ച് എന്ന് പറയുന്നത്. അപ്പം മിഡിൽ റേഞ്ചിന് ലെഫ്റ്റും ഉണ്ട് റൈറ്റും ഉണ്ട്. അപ്പോൾ ലെഫ്റ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസിന് അതുപോലെ എഴുതാം. 10⁻0 പൊസിഷനിൽ 8 വരും, 10⁻1 പൊസിഷനിൽ 7 വരും, 10⁻2 പൊസിഷനിൽ 6 വരും, 10⁻3 പൊസിഷനിൽ 5 വരും. അപ്പോൾ 10⁻ പവർ ആണ് നമ്മുടെ എന്തെന്ന് പൊസിഷൻ ആയിട്ട് നമ്മൾ ട്രാക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ 10 ആണ് നമ്മുടെ എന്തെന്ന് റാഡിക്സ്. അതിൻ്റെ ഓരോ പൊസിഷൻസ് ആണ് അവിടെ എന്ത് ചെയ്തേക്കുന്നത് 1 2 3 ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അതുപോലെ റൈറ്റിലേക്ക് പോകുന്ന സമയത്ത് നെഗറ്റീവ് വാല്യൂസ് ആയിട്ടായിരിക്കും പോയിന്റ് ഓഫ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിനെ റെപ്രസെൻറ്റ് ചെയ്യുക. 5 എന്ന് പറയുന്നത് നമ്മുടെ MSP പാർട്ടായിരിക്കും, മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് പാർട്ടാണ്. നമ്മുടെ ലാസ്റ്റ് വരുന്നതാണ് എന്തെന്ന് LSB എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ LSB പാർട്ട് എന്ന് പറയുന്നത് 9 ആയിരിക്കും നമ്മുടെ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് പാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡെസിമൽ നമ്പർ സിസ്റ്റം. ഇനി വരുന്നതാണ് ബൈനറി നമ്പർ സിസ്റ്റം. ബൈനറി നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ റാഡിക്സ് 2 ആയിരിക്കും. ബേസ് 2 ആണ് നമ്മുടെ എന്തെന്ന് ബൈനറി നമ്പർ സിസ്റ്റം. അപ്പോൾ നമുക്കറിയാം, നമുക്ക് ബിറ്റ് എന്ന് പറയുന്നത് എന്താ 0 അല്ലെങ്കിൽ 1 ആണ് നമുക്ക് എന്തെന്ന് ഒരു ബിറ്റ് എന്ന് പറയുന്നത്. നിബിൾ എന്ന് പറയുമ്പോൾ അത് 4 ബിറ്റ് ആയിട്ടായിരിക്കും നമുക്ക് എന്ത് ചെയ്യണത് റെപ്രസെന്റ് ചെയ്യണത്. ബൈറ്റ് എന്ന് പറയുമ്പോൾ 8 ബിറ്റ് ആയിട്ടായിരിക്കും നമുക്ക് എന്ത് ചെയ്യണത് റെപ്രസെന്റ് ചെയ്യണത്. ഇതൊക്കെ ഓൾറെഡി നമ്മൾ കമ്പ്യൂട്ടറിന്റെ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ കമ്പ്യൂട്ടേഴ്സിൽ മെയിൻലി യൂസ് ചെയ്യുന്ന നമ്പർ സിസ്റ്റം ആണ് എന്തെന്ന് ബൈനറി നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടത്തെ കേസിൽ നമ്മൾ 0യും 1ഉം വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യണത് ട്രാക്ക് ചെയ്യണത്. അപ്പൊ ഇതിന്റെ പവർ എന്തായിരിക്കും 2 ആണ്. അപ്പൊ നമ്മൾ ഡെസിമലിൽ 10⁻2 എന്ന് പറയുന്നത് പോലെ ഇവിടെ എന്തായിരിക്കും 2⁻2 വെച്ചിട്ടായിരിക്കും പൊസിഷൻ അവിടെ എന്ത് ചെയ്യണത് ഫോം ചെയ്യുന്നത്. അപ്പൊ ഇതും അതുപോലെ തന്നെ എഴുതിയേക്കാണ്. എന്റെ നമ്പർ എന്ന് പറയുന്നത് എന്താ 1101.11 ആണ്. അപ്പൊ പോയിന്റ് ഡെസിമൽ പോയിന്റ് അത് പോയിന്റ് പാർട്ടിയിൽ എഴുതി, ബാക്കിയുള്ളതെല്ലാം എന്താ ഇവിടെ ഡെസിമൽ പോയിന്റ് ആണെങ്കിൽ ഇപ്പൊ ഇവിടെ എന്തായിരിക്കും ബൈനറി പോയിന്റ് ആയിരിക്കും. അതിന്റെ LSB പാർട്ടും MSB പാർട്ടും എന്ത് ചെയ്യുക ഫോം ചെയ്യുക. നെക്സ്റ്റ് വരുന്നതാണ് ഒക്ടൽ നമ്പർ സിസ്റ്റം. ഒക്ടൽ നമ്പർ സിസ്റ്റം എന്ന് പറയുമ്പോൾ നമുക്കറിയാം റാഡിക്സ് എന്തായിരിക്കും 8 ആയിരിക്കും. 0 to 7 വരെയുള്ള ഡിജിറ്റ്സ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യണത് അവിടെ ട്രാക്ക് ചെയ്യുന്നത്. ഇതിൻ്റെയും നമുക്ക് എന്താ പൊസിഷൻ റേറ്റ് എഴുതുന്നത് എന്തായിരിക്കും 8 വെച്ചിട്ടായിരിക്കും നമുക്ക് എന്ത് ചെയ്യണത് പൊസിഷൻ റേറ്റ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 5 6 7 ആണ് കൊടുത്തിരിക്കുന്നത്. പോയിന്റ് പാർട്ട് ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല. അപ്പോൾ സോ എനിക്ക് എന്ത് എഴുതാം 5 × 8⁻2 പ്ലസ് 5 × 8⁻1 പ്ലസ് 5 × 8⁻0 എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി വരുന്നതാണ് എക്സാഡെസിമൽ നമ്പർ സിസ്റ്റം. എക്സാഡെസിമൽ നമ്പർ സിസ്റ്റം ആണ് നമ്മൾ മൈക്രോ പ്രോസസറിന്റെ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അവിടെ റാഡിക്സ് നമുക്ക് എന്തായിരിക്കും 16 ആണ് നമ്മുടെ ബേസ് പാർട്ടായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ കേസിൽ എന്തായിരിക്കും പവർ 16 ആയിരിക്കും നമുക്ക് വരുന്നത്. ഇപ്പം ഒരു നമ്പർ ഞാൻ കൊടുക്കുവാണ് 3FD. ഇപ്പൊ 3FD എന്ന് പറഞ്ഞു കഴിയുമ്പോൾ 3 × 16⁻2 ആണ്, F × 16⁻1 ആണ്, D × 16⁻0 ആയിട്ടായിരിക്കും ഞാൻ എന്ത് ചെയ്യണത് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ നമ്പർ സിസ്റ്റം പറയുന്നത്. ഇനി ഈ നമ്പർ സിസ്റ്റത്തിന്റെ റിലേഷൻസ് ആണ് കാണിച്ചിരിക്കുന്നത്. ഡെസിമലിനെ ഒക്ടലും ഹെക്സാഡെസിമലും ബൈനറിയും വെച്ച് ഞാൻ എന്ത് ചെയ്തു ഒരു നമ്പർ സിസ്റ്റത്തിന്റെ റിലേഷൻഷിപ്പ് കാണിച്ചിട്ടുണ്ട്. അപ്പൊ റിലേഷൻഷിപ്പിൽ എങ്ങനെ വരുന്നുണ്ട്, നമുക്ക് ഒരു ബൈനറി വാല്യൂ കൊടുക്കുന്നുണ്ട്. അതിൽ ഡെസിമൽ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും നമുക്ക് 0 to 15 വരെ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഒക്ടൽ വാല്യൂ എന്ന് പറയുമ്പോൾ 0 to 7 വരെയുള്ള ഒക്ടല്. അത് കഴിഞ്ഞ് പിന്നെ എന്താ വരുന്ന 10 11 12 അതായത് റിപ്പീറ്റ് ചെയ്ത് വരും 1 വെച്ചിട്ട്. അപ്പം 0യുടെ അവിടെ വരുന്നത് എന്തായിരിക്കും അടുത്തത് എന്തായിരിക്കും 10 ആയിരിക്കും. പിന്നെന്താ 1ന് പകരം വരുന്നത് 11 ആയിരിക്കും. അങ്ങനെ അപ് ടു 17 വരെയും വരും. വീണ്ടും അഗൈൻ ഇനി റിപ്പീറ്റ് ചെയ്യുവാണെങ്കിൽ എന്തായിരിക്കും വരുന്നത് 20 ആയിരിക്കും വരുന്നത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ട്രാക്ക് ചെയ്യുന്നത്. എക്സാഡെസിമലും ഇതുപോലെ തന്നെ 9 വരെയും വരും. 10th പൊസിഷൻ വരുന്നത് എന്തായിരിക്കും A ആയിരിക്കും. അങ്ങനെ അപ് ടു F വരെയും വരും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യണത് ഒരു റിലേഷൻഷിപ്പ് നമ്മൾ അവിടെ ബൈനറിയുടെയും ഡെസിമലിന്റെയും ഒക്ടലിന്റെയും നമ്മൾ ഫോം ചെയ്യുന്നത്.